പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോക നുണയൻ പട്ടം ലഭിച്ച പ്രതിപക്ഷ നേതാവാണ് എന്നൊക്കെ നമുക്ക് ഏവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം കെ സുധാകരനെതിരെ ഇത്ര ഭീകരമായ ഒരു കള്ളം പറഞ്ഞ് പരത്തുമെന്ന് ആരും വിശ്വസിക്കുകയില്ല, അല്ലെങ്കിൽ ആരും കരുതി കാണുകയുമില്ല. കഴിഞ്ഞ ദിവസം കെ സുധാകരന്റെ ഒരു FB പോസ്റ്റ് വന്നിരുന്നു. 110% താൻ കണ്ണൂരിൽ മത്സരിക്കുമെന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആന്തരിക അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ സംക്ഷിപ്ത രൂപം അതായിരുന്നു. മറ്റ് എതിർപ്പുകളൊന്നുമില്ല. പാർട്ടി തന്റെ ആഗ്രഹം സഫലമാക്കും, പാർട്ടിക്കാര് തന്റെ ആഗ്രഹം അംഗീകരിക്കും എന്നൊക്കെയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ്. എന്നിട്ട് അദ്ദേഹം സുധാകരൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് അവിടുത്തെ പാർട്ടി പ്രവർത്തകരെയൊക്കെ വിളിച്ച് അതിനുള്ള ആവേശത്തിലൊക്കെ ആയിരുന്നു. അത് ഒരു കൊസ്രാക്കൊള്ളിയാകുമെന്ന് UDF കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് നമുക്കറിയാം. MP-മാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് കോൺഗ്രസ് പാർട്ടി എത്തിയിട്ടുള്ളതെന്നും അറിയാം. അപ്പോൾ കെ സുധാകരൻ്റെത് ഒരു വിമത സ്വരമായി വരുമെന്ന് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്ക് മാത്രമല്ല സാധാരണ ജനത്തിലും പത്രം വായിക്കുന്ന അല്ലെങ്കിൽ TV വാർത്ത കാണുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി അറിയാം. എന്നാൽ അതിനെ മറികടക്കാൻ, കെ സുധാകരനെ മറികടക്കാൻ ശ്രീ VD സതീശൻ ഉന്നയിച്ച നുണയാണ്, അല്ലെങ്കിൽ നുണ ബോംബാണ് ഇപ്പോൾ കെ സുധാകരനെ വേട്ടയാടുന്നത്. അല്ലെ, കെ സുധാകരൻ വളരെ ശക്തിയുക്തം പ്രതികരിക്കാൻ അവസരം കൊടുത്തത് VD സതീശന്റെ ഈ നുണ ബോംബാണ്. VD സതീശൻ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ കെ സുധാകരനുമായി സംസാരിച്ചു. 1. 2, കെ സുധാകരന് ഇങ്ങനെ ഒരു FB പോസ്റ്റിനെ കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പാർട്ടി പറയുന്നതിനപ്പുറം പോവുകയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മൂന്നാമത്തെ നുണ. ഈ 3 നുണകളും ഖണ്ഡിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. കെ സുധാകരൻ പറയുന്നു VD സതീശൻ തന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ VD സതീശന് വിളിച്ചു എന്ന് പറയേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? VD സതീശൻ തന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ആ FB കുറിപ്പ് എഴുതിയത് താൻ തന്നെയാണ്. VD സതീശൻ പറഞ്ഞത് എന്താണ്? ആ FB പേജിനെ കുറിച്ച് കെ സുധാകരൻ അറിവില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ കെ സുധാകരൻ പറയുന്നു അത് എഴുതിയത് ഞാൻ തന്നെയാണ്, കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചിട്ടാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അടുത്ത പറയുന്നത് എന്താണ്? കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ, പാർട്ടി പറഞ്ഞാൽ കെ സുധാകരൻ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നാണ് VD സതീശന്റെ അവകാശവാദവും നുണയും. എന്നാൽ കെ സുധാകരൻ പറഞ്ഞത് എന്താണ്? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. MP-മാർ, ജനസമ്മതിയുള്ള ആളുകൾ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടപ്പിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. ആ പാർട്ടി അത് നടപ്പിലാക്കണം. അല്ലാതെ അത്തരം ആളുകളെ മത്സരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ മത്സരിപ്പിക്കാതിരിക്കലല്ല പാർട്ടിയുടെ നയമെന്ന് കെ സുധാകരൻ വ്യക്തമാക്കുന്നു. VD സതീശൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. സുധാകരൻ CPM-ൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയതുപോലെ കെ സുധാകരനെ വെച്ച് CPM മുതലെടുക്കുകയാണ് എന്നൊരു വാദവും VD സതീശൻ ഉന്നയിച്ചു. അതിനെയും കെ സുധാകരൻ ഖണ്ഡിക്കുന്നുണ്ട്. സുധാകരനും കെ സുധാകരനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കെ സുധാകരന്റെ നിലപാട് വേറെയാണ്. സുധാകരൻ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പാർട്ടി അംഗത്വം പുതുക്കാതെ മത്സരിച്ചതെന്നൊക്കെ പകൽ പോലെ സത്യമാണ്, നമുക്ക് എവർക്കും അറിയാവുന്നതുമാണ്. അപ്പോ കെ സുധാകരന്റെ പേരിലും VD സതീശൻ നുണ പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് ആ നുണ? അല്ലാതെ തന്നെ അത് പറയാതിരുന്നെങ്കിലും മതിയായിരുന്നു. കെ സുധാകരന്റെ കാര്യം തങ്ങൾക്കറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ പറഞ്ഞാലും പ്രശ്നം തീരുകയേ ഉള്ളുവായിരുന്നു. പക്ഷെ ഇതിപ്പോഴെന്താണ്? ഈ വിഷയത്തെ കുത്തി വലുതാക്കി അതിൽ നുണ പറഞ്ഞു, കെ സുധാകരനെ പ്രകോപിപ്പിച്ചു, കെ സുധാകരനെ വിളിച്ചു എന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചു, വിളിക്കാതിരുന്നിട്ടും അങ്ങനെ കെ സുധാകരനെ പ്രകോപനത്തിൽ വീഴ്ത്തി പാർട്ടിക്ക് ഒരു കൊസ്രാക്കൊള്ളി ഉണ്ടാക്കി കൊടുക്കുകയാണ് VD സതീശൻ ചെയ്തത് എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ VD സതീശൻ CPM-നെതിരെ നുണ പറയുന്നു, സർക്കാരിനെതിരെ നുണ പറയുന്നു, പിണറായി വിജയനെതിരെ നുണ പറയുന്നു, എന്തിന് സർക്കാർ സംവിധാനത്തെ കുറിച്ച് ഒന്നാകെ നുണ പറയുന്നു. ഇപ്പൊ വന്ന് സ്വന്തം പാർട്ടിക്കാരനെതിരെയും നുണ പറയുന്ന അവസ്ഥ. ഇത് അതിഭീകരമാണ്. ഇദ്ദേഹം എങ്ങാനും ജയിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ കേരളം നുണയന്മാരുടെ രാജ്യമായി തീരുമെന്നതിൽ ഒരു തർക്കവും വേണ്ട.